ഒരു ദിവസം നിങ്ങൾ രാവിലെ എണീറ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ ചുണ്ട് ഒരു സൈഡിൽ കൂടിയിരിക്കുക. അതുപോലെ നിങ്ങൾ കണ്ണടയ്ക്കാൻ നോക്കുമ്പോൾ അടയ്ക്കാൻ പറ്റുന്നില്ല. അതുപോലെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇവിടെ റിങ്കിൾസ് ഇല്ല. നമ്മുടെ RJ മിഥുൻ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായെന്ന് പറയുന്ന എല്ലാ ഒരു വ്ളോഗും എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ കണ്ടീഷനെ കുറിച്ച് പറയുന്നത് വെച്ചാൽ ഫേഷ്യൽ പാൽസി എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേഷ്യൽ നെർവ് എന്നാണ് നമ്മുടെ ഈ മുഖത്ത് മസിൽസ് ഓഫ് ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മുഖത്തെ മസിൽസിന്റെ പേശികൾക്കെല്ലാം സപ്ലൈ ചെയ്യുന്ന ഒരു ഞരമ്പാണ് ഫേഷ്യൽ നെർവ്. ഈ ഫേഷ്യൽ നെർവിന് ഒരു ട്രാൻസിയന്റ് ആയിട്ടുള്ള ടെമ്പററി ആയിട്ടൊരു പാൽസി, ഒരു ചെറിയൊരു വീക്ക്നെസ് സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ ഫേഷ്യൽ പാൽസി അല്ലെങ്കിൽ ബെൽസ് പാൽസി എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഞരമ്പിലേക്കുള്ള ഈ മസിൽസിലേക്കുള്ള സപ്ലൈ ഒന്ന് സ്റ്റോപ്പ് ആവും. അപ്പോൾ എന്താണ്, ആ മസിൽസ് ഒന്നും വർക്ക് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സൈഡ് ഫുൾ പാരലൈസ്ഡ് ആയ പോലെ തോന്നും. ട്രാൻസിയന്റ് ആയിട്ടും വരാം, അതല്ലാതെ ചിലപ്പോൾ വൈറൽ ഇൻഫെക്ഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വഴിയും വരാം. ഫേഷ്യൽ പാൽസി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വിതിൻ എ സ്പാൻ ഓഫ് സ്റ്റിറോയിഡ്സ് അങ്ങനത്തെ മരുന്നുകളൊക്കെ കൊടുത്തു കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രശ്നങ്ങൾ മാറുന്നതാണ്. പിന്നെ ചില സമയത്ത് നമ്മൾ പല്ലെടുക്കാൻ വേണ്ടി ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ചില സമയത്ത് ഇതേപോലെയൊക്കെ ഇത് വരാം. അത് ഫേഷ്യൽ പാൽസി അല്ല, അത് നമ്മുടെ പല്ലിന്റെ ഇഞ്ചക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഈ മസിൽസിന് ചെറുതായിട്ട് ടെമ്പററി ആയിട്ട് ഒരു 1-2 മണിക്കൂർ നേരത്തേക്ക് മാത്രം വരുന്ന ഒരു മരവിപ്പ് കാരണം വരുന്നതാണ്. അത് റിവേർട്ട് ചെയ്യുകയും ചെയ്യും. അതും ഒരിക്കലും ഫേഷ്യൽ പാൽസി അല്ല.